കാർഷിക വാർത്തകൾ. രാജ്യത്തെ തേയില ഉൽപാദനത്തിൽ ഇടിവ്. സെപ്റ്റംബറിൽ 5.9% ഇടിവാണ് ഉൽപാദനത്തിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ രാജ്യത്തെ തേയില ഉൽപാദനം 5.9% കുറഞ്ഞ് 159.92 ദശലക്ഷം കിലോഗ്രാമായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 169.93 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ടീ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബറിൽ അസമിൽ തേയില ഉൽപാദനം ഏതാണ്ട് 94.76 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. 2024 അതേ കാലയളവിൽ ഇത് 94.03 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. പശ്ചിമബംഗാളിൽ തേയില ഉൽപാദനം 2024 സെപ്റ്റംബറിലെ 48.35 ദശലക്ഷം കിലോഗ്രാമിൽ നിന്ന് 2025 സെപ്റ്റംബറിൽ 40.03 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വടക്കേ ഇന്ത്യയിൽ 2024 സെപ്റ്റംബറിൽ 146.96 ദശലക്ഷം കിലോഗ്രാം ഉൽപ്പാദിപ്പിച്ച തേയില 2025 സെപ്റ്റംബറിൽ 138.65 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ 2025 സെപ്റ്റംബറിൽ ഉൽപ്പാദനം 21.27 ദശലക്ഷം കിലോഗ്രാമായി നേരിയ തോതിൽ കുറഞ്ഞു. 2024 സെപ്റ്റംബറിൽ 22.97 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മഴ ശക്തം. ഇതോടെ റബ്ബർ ഉൽപാദനം മന്ദഗതിയിലാകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ശക്തമായ മഴയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ റബ്ബർ ടാപ്പിംഗിന് അവസരം കണ്ടെത്താനാവാതെ തോട്ടം മേഖല വലയുകയാണ്. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഒക്ടോബർ മുതൽ തെളിഞ്ഞ കാലാവസ്ഥ നേരത്തെ കണക്കുകൂട്ടിയെങ്കിലും പല അവസരങ്ങളിലും മഴ വില്ലനായി മാറിയത് റബ്ബർ ഉൽപാദനത്തിൽ കുറവുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഷീറ്റ് വില ഉയരുമെന്ന വിശ്വാസം കർഷകർക്കുണ്ടെങ്കിലും ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള പിന്തുണ വിപണിക്ക് ഉറപ്പുവരുത്താനാവുന്നില്ല. ചൈനീസ് ചിപ്പ് നിർമ്മാതാക്കളും ഡച്ച് കാർ വ്യവസായികളും തമ്മിലുള്ള വ്യാപാര യുദ്ധം ജർമ്മനിയിലെ മുൻനിര കാർ നിർമ്മാതാക്കളുടെ ഉൽപാദനത്തിൽ ഇടിവിന് കാരണമാവും. അതുകൊണ്ടുതന്നെ ചൈനീസ് ടയർ വ്യവസായികൾ റബ്ബർ സംഭരണത്തിൽ പൊടുന്നനെ വരുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള റബ്ബർ വിപണിയിൽ സമ്മർദ്ദമുളവാക്കാം. ഇതിനിടയിൽ ന്യൂനമർദ്ദ ഫലമായി കേരളത്തിലുണ്ടായ ശക്തമായ കാറ്റും മഴയും ഉൽപാദകരെ തോട്ടങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. ഉൽപാദനം സ്തംഭിച്ചതോടെ ഷീറ്റ് വില ഉയരുമെന്ന് സ്റ്റോക്കിസ്റ്റുകൾ കണക്കുകൂട്ടിയെങ്കിലും വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ ടയർ മേഖല തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആമസോൺ നദിയിലൂടെ ധാന്യ കയറ്റുമതി പദ്ധതിയിട്ട് ബ്രസീൽ. ആഗോള ധാന്യ വ്യാപാരത്തിൽ ബ്രസീലിയൻ മേധാവിത്വം ഉറപ്പിക്കുന്നതാണ് പുതിയ നീക്കം. അരഗ്വായ ടൊക്കാൻഡിൽ നദീപാത നിർമ്മിക്കാൻ ബ്രസീൽ ഭരണകൂടം തയ്യാറെടുക്കുകയാണ്. ഇതുവഴി ആമസോൺ നദീതീരത്തിലൂടെ സോയാബീനും മറ്റ് ധാന്യ കയറ്റുമതിയും ചെയ്യുന്നതിനുള്ള മാർഗമാണ് ബ്രസീലിന് മുന്നിൽ തുറക്കുന്നത്. പുതിയ ജലപാത ചരക്ക് ചെലവ് കുറയ്ക്കും. ധാന്യ വ്യാപാരത്തിൽ ബ്രസീലിയൻ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യും. അതേസമയം നദീതീരത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കണമെന്നാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പദ്ധതിക്കെതിരെ ഉന്നയിക്കുന്ന വാദം. ആമസോണിനെ ഒരു ആഗോള ധാന്യപാതയാക്കാനുള്ള $7.3 ബില്യൺ പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 35 കിലോമീറ്ററാണ് ജലപാത നിർമ്മിക്കുക. ആമസോൺ നദീതീരത്തിലെ ഒരു പ്രധാന ഭാഗമാണ് അരഗ്വായ ടൊക്കാൻഡിൽ. ഈ നദിക്കരയിലൂടെ എല്ലാ വർഷവും ഏകദേശം 20 ദശലക്ഷം മെട്രിക് ടൺ ധാന്യവും സോയാബീനും വടക്കൻ നദീതീരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബ്രസീൽ സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇത് ദീർഘവും മലിനീകരണമുക്തവുമായ ട്രക്ക് യാത്രകൾ കുറയ്ക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പയറിന്റെ ഇറക്കുമതി തീരുവ ഉയർത്താനുള്ള കേന്ദ്ര നീക്കം പ്രാദേശിക വിപണികൾക്ക് ഉണർവേകി. റാബി പയർ വർഗ്ഗങ്ങളുടെ ഉൽപാദനം ഉയർന്നേക്കും. പയറുവർഗ്ഗങ്ങൾക്ക് 10% ഇറക്കുമതി തീരുവ ചുമത്താനുള്ള സർക്കാർ നീക്കത്തെ തുടർന്ന് റാബി പയറുവർഗ്ഗങ്ങളായ ചന, മസൂർ പരിപ്പ് എന്നിവയുടെ വിതയ്ക്കൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മഞ്ഞപ്പയർ ഇറക്കുമതിക്ക് 20% അധിക കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ്സും ചുമത്തുന്നത് പ്രാദേശിക കർഷകർക്ക് നേട്ടമാകും. ഇന്ത്യൻ കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. മുമ്പ് കുറഞ്ഞ ഇറക്കുമതി തീരുവ പ്രാദേശിക വിലകളെ മന്ദഗതിയിലാക്കിയിരുന്നു. ക്ഷാമവും ഉയർന്ന പണപ്പെരുപ്പവും നേരിട്ടതിനു ശേഷമുള്ള പ്രധാന നടപടിയായി പയറുവർഗ്ഗങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇറക്കുമതി മൂലം മഞ്ഞപ്പയർ, തുവര, ഉഴുന്ന്, മസൂർ, കടല എന്നിവയുടെ വില താഴ്ന്ന നിരക്കിൽ തുടരുകയായിരുന്നു. ഇതുമൂലം മഞ്ഞപ്പയറിന്റെ കൃഷിച്ചെലവ് മിനിമം താങ്ങുവിലയേക്കാളും മറ്റു പയറുവർഗ്ഗങ്ങളുടെ മണ്ഡി വിലയേക്കാളും കുറവാണ്. ഖാരിഫ് വിതയ്ക്കൽ സീസണിന് തൊട്ടുമുമ്പാണ് മഞ്ഞപ്പയറിന്റെ തീരുവരഹിത ഇറക്കുമതിക്ക് അംഗീകാരം ലഭിച്ചത്. അതിനാൽ തുവര, ഉഴുന്ന്, ചെറുപയർ തുടങ്ങിയ പ്രധാന പയറുവർഗ്ഗങ്ങൾ നടുന്നതിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.